ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ജൂണിൽ എക്സാം നടക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 31-നാണ്. സോ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അസൈൻമെൻറ്റ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ചില ഇൻസ്ട്രക്ഷൻസ് പാലിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പോയിൻ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ പോയിൻ്റാണ്, ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതിൽ വാലിഡിറ്റി കാണിക്കും. ചിലത് 2025 ഡിസംബർ തൊട്ട് 2026 ജൂൺ വരെ ആയിരിക്കും. അപ്പോൾ ഈ വാലിഡിറ്റി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ 2026 ജൂൺ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാച്ചാൽ 2026 ജൂൺ വരെ വാലിഡിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എഴുതാച്ചാൽ ചിലപ്പം നമ്മുടെ അസൈൻമെൻറ്റ് തന്നെ ഒഴിവാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ വാലിഡിറ്റി ആദ്യം ചെക്ക് ചെയ്യാം. ആ വർഷത്തിലും വാലിഡിറ്റി ആയിട്ടുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അസൈൻമെൻറ്റ് എഴുതുമ്പോൾ നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻസ് എഴുതേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി പ്രിൻ്റ് എടുത്തിട്ട് ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻസ് എഴുതേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ്റെ നമ്പർ ഉണ്ടാവില്ല, നമ്പർ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് എഴുതി വെക്കുക. കാരണം ഒരു കറക്റ്റ് കാണുന്ന രീതിക്ക് ഓരോ നമ്പറും കറക്റ്റായിട്ട് എഴുതുക. വെറുതെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. പിന്നെ എന്തായാലും നമ്മൾ അസൈൻമെൻറ്റ് എഴുതുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽസ് റെഫറൻസ് ചെയ്യും. ചിലപ്പോൾ സോൾവഡ് അസൈൻമെൻ്റ് ഒക്കെ കുറേ കിട്ടാനുണ്ട്. ഈ സോൾവഡ് അസൈൻമെൻ്റ് ഒക്കെ എഴുതുമ്പോൾ കുറച്ചും കൂടി നമ്മുടേതായിട്ടുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപടി സ്റ്റഡി മെറ്റീരിയൽസ് എഴുതി വെക്കരുത്. അസൈൻമെൻറ്റ് എഴുതുമ്പോൾ സാധാരണ മാർജിൻ മതി. പക്ഷേ നമ്മൾ ഫ്രണ്ടിൽ ഈ പേപ്പറിൽ കോളിടുന്ന ഭാഗമല്ലേ, അവിടെ കുറച്ചും കൂടി വീതി കൂടിയ മാർജിൻ വരയ്ക്കുക. പിന്നെ 4 ഭാഗത്തും എന്തായാലും മാർജിൻ വേണം കേട്ടോ. പേപ്പറിൻ്റെ അകവും പുറത്തും എഴുതണം, അത് നിർബന്ധമായിരിക്കും. ആകെ നമ്മൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ യൂസ് ചെയ്യേണ്ടത് 30 ഷീറ്റാണ് കേട്ടോ. 30 A4 ഷീറ്റാണ്. അതിൻ്റെ അകത്തും പുറത്തും എഴുതുക. അങ്ങനെ ടോട്ടൽ 60 പേജിലാണ് നമ്മൾ എഴുതേണ്ടത്. 60 പേജിൻ്റെ അപ്പുറം 60 പേജ് കവിയാതെ വേണം നമ്മളൊരു അസൈൻമെൻറ്റ് എഴുതി തീർക്കാൻ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബ്ലൂ കളർ പെന്നുകൊണ്ട് മാത്രം അസൈൻമെൻറ്റ് എഴുതണം എന്നുള്ളൊരു റൂളുണ്ട്. അതെന്തായാലും ശ്രദ്ധിക്കാനും ബ്ലാക്ക് പെന്നുകൊണ്ടൊന്നും അസൈൻമെൻറ്റ് എഴുതരുത്. പിന്നെ 2 സൈഡിലും നിർബന്ധമായിട്ടും പേജ് നമ്പർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൂടാതെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു അസൈൻമെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കണം, ഇവാലുവേഷൻ ഷീറ്റ് വെക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലും ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ആർക്കെങ്കിലും സോൾവ്ഡ് അസൈൻമെൻറ്റ് ബികോമിന് കേട്ടോ, ബികോം ജി ജനറലിൻ്റെ സോൾവ്ഡ് അസൈൻമെൻറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കുക, കോൺടാക്ട് ചെയ്താലും ഞാൻ അയച്ചു തരുന്നതാണ് കേട്ടോ.